ഫോൺ ഡിസ്പ്ലേ പോയിണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനെന്താ ചെയ്യപ്പോ? ഞാനും പാട്ടതോ ട്രിപ്പിള് പോവാൻ പറ്റുമോ? ടൗണിലേക്ക് എത്തിയാ മതി. പോലീസുകാരൊക്കെ ഉള്ളതല്ലേ, വണ്ടി കുറെ ഫൈനൊക്കെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ, ഇപ്പൊ അത് ചെയ്യാ, വേറെ വഴിയില്ല. ഞാൻ എന്തായാലും പോയാ കിടന്നു. ഉച്ചയായി കഴിഞ്ഞ ഈ വെയിലത്തിഞ്ഞ് കളക്ഷൻ ചെയ്യണ്ടേ. ഞാനും പോവാണ്. നിങ്ങൾ വെറുതെ കുറെ കഷ്ടപ്പെടുന്നു, വണ്ടി എടുത്ത് ഏതായാലും പോയിരുന്നു. ഞാൻ ബാങ്കിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരു ലോണുണ്ട്, അതിന് അടവൊന്നും ഇപ്പോൾ കൃത്യമായിട്ട് അടക്കുന്നില്ല. കഴിഞ്ഞ മാസം അടച്ചിട്ടില്ല. ഇവിടെ ആരുമില്ല. അവരെപ്പോഴാ വരിക അറിയില്ല. അച്ഛൻ്റെ നമ്പറാണോ? അല്ല, വേണ്ട, വിളിച്ചിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നാളെ ഈ നേരത്തെ ഇവിടെ ഉണ്ടാവുമോ? അതും അറിയില്ല. എന്നാ ശരി, അടുത്ത മാസം റെഡിയാക്കാൻ പറഞ്ഞു. ശരി. എടാ എന്റെ പൈസ എവിടെ? ആ, പൈസ സെറ്റായല്ലോ. എന്ത് സെറ്റ് ആയിട്ടില്ല നീ? എടാ ഞാൻ നോക്കണ്ട്, കിട്ടാഞ്ഞിട്ടാ. എത്ത് നോക്കലടാ, അത് കൊറേ കാലായില്ലേ. അതും ഒന്നും രണ്ടും ഒന്നല്ലേ, ഒരുപാട് പൈസയാ. അതും എത്ര കാലായി ഞാൻ എന്റെ പിന്നാലെ നടക്കണേ. അറിയാം, പക്ഷെ എങ്ങനെ ഇപ്പൊ പറയാ, പൈസ സെറ്റ് ആയടാ. ഞാൻ നോക്കണ്ട്, ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ അനക്ക് കടം തന്ന പൈസ എനിക്ക് കിട്ടാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതിപ്പോ 3 മാസത്തോളമായി ഇജിപ്പോ ഈ വർത്താനം പറഞ്ഞിട്ട്, എന്നിട്ട് ഒരു 5ന്റെ പൈസ ജിഞ്ച കജിക്ക് തന്നിട്ടില്ല. പിന്നെ അതുമല്ല, അന്നെ ഞാൻ കാണാത്തൊന്നല്ല, ഇജ് മുങ്ങി നടക്കലാണെന്ന് വെച്ച് മനസ്സിലായിക്കണം. ഞാൻ പൈസ തരാനല്ലാത്ത ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാം? ഞാൻ പറഞ്ഞില്ലേ, എനിക്കതൊന്നും നീ കേക്കണ്ട. എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടിയേ പറ്റുള്ളടാ. ഒരാഴ്ച കൂടി സമയം, ലാസ്റ്റ് ആയിട്ട് പറയാം. ഒരാഴ്ചയും കൂടി ഒന്നല്ല, ഇജിപ്പോ ഏതായാലും വർക്ക് കഴിഞ്ഞ് വരികയാണ്. എന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്റെ പോക്കറ്റിലെത്തല്ലേ. പൈസ എടുക്ക്. ഇതായാലും മതി, എനിക്കിപ്പോ ഇത് മതി. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ വരും. അന്ന് ഇച്ചിന്റെ ഫുൾ പൈസ കിട്ടണം. അന്ന് ഈ ചീഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഇച്ച് കേൾക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ വരും. അന്ന് ഇച്ചിന്റെ ഫുൾ പൈസ കിട്ടണം. അന്നാണ്ട് ഈ ചീഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഇച്ച് കേൾക്കണമെന്നില്ല. ഈ വെറുതെ കിടന്നിങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ, ഒരു വണ്ടി എടുത്ത് നോക്ക്.